വാർത്താരംഭത്തിലേക്ക് വിശദമായി ഷിരൂരിൽ ലഭിച്ച മൃതദേഹം അർജുന്റേതെന്ന് ഉറപ്പിക്കാനായുള്ള DNA പരിശോധന ഇന്നാണ്. DNA സാമ്പിൾ ശേഖരിച്ചു. നാളെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അർജുന്റെ ലോറി പൂർണ്ണമായും ഇന്ന് കരയിലേക്ക് എത്തിക്കും. ഗംഗാവലിയിൽ കാണാതായ മറ്റു 2 പേർക്കായുള്ള തെരച്ചിൽ അത് ഇന്നും തുടരുകയാണ്. കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിൽ ഇപ്പോഴും നിരവധി പേരാണ് എത്തുന്നത്. അർജുനെ കണ്ടെത്തുന്നതുവരെ നിരന്തരം പരിശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ് അർജുന്റെ കുടുംബം. പലതരം വ്യാജ വാർത്തകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഒപ്പം നിന്നവരെ മറക്കില്ലെന്നും കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. സഹോദരിയുടെ പ്രതികരണത്തിലേക്ക് എത്താം. അതിനു മുമ്പ് KV ബൈജു ഷിരൂരിൽ നിന്നും ചേരുന്നുണ്ട്. ബൈജു, മറ്റു 2 പേർക്കായുള്ള തെരച്ചിൽ തുടങ്ങിയോ? DNA പരിശോധന ഫലം എപ്പോൾ വരും? DNA സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. നാളെ വൈകിട്ടോടുകൂടി എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും എന്നാണ് ജിതിൻ വ്യക്തമാക്കുന്നത്. എന്തായാലും അതിന് ഔദ്യോഗിക സ്ഥിരീകരണം വരെ എന്തായാലും മറ്റന്നാൾ കൂടി മാത്രമേ കണ്ണാടിക്കലിലേക്ക് അർജുനെ കൊണ്ടുപോകാൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഇനി അല്പസമയം കൂടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഈ അപകടം നടന്നത് മുതൽ തന്നെ ഈ ഷിരൂരിൽ ഇത്തരത്തിൽ ക്യാമ്പ് ചെയ്ത് ഈ ഓരോ രക്ഷാദൌത്യത്തിനും ദൌത്യത്തിനും ഒക്കെ മുന്നിട്ടിറങ്ങിയ മനാഫ് ഏതായാലും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനാഫിനെ കുറിച്ച് പറഞ്ഞാൽ ഈ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഇവിടെ വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടാണ് അദ്ദേഹം ഇവിടെ തരണം ചെയ്താണ് ഒടുവിൽ അർജുനെ ആ ലോറി ഒക്കെ കണ്ടെത്താൻ ഇടയിലേക്ക് എത്തിയത്. എന്തായാലും അദ്ദേഹം ആദ്യം മുതൽ തന്നെ പറഞ്ഞത് ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഏതായാലും അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. മനാഫ് എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ കുറ്റം പറയുന്നത് അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തിന്, അതായത് താങ്ങാവുന്നതിലപ്പുറം കുറ്റങ്ങൾ കേൾക്കേണ്ടി വന്നു. പക്ഷെ ഏതൊരു ശക്തി നിരന്തരമായിട്ട് എന്നോട് പറഞ്ഞ് കൊണ്ട് നിന്നതാണ്, മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിന്നാണ് അർജുന് ക്യാബിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞതാണ്, അർജുൻ്റെ വാഹനം ഓവറായിട്ട് തകർന്നിട്ടില്ല. ഞാൻ പലവട്ടം പറഞ്ഞാണ്. അതേമാതിരി ഞാൻ പലവട്ടം പറഞ്ഞതാണ് ലക്ഷ്മൺ നായക്കിൻ്റെ കടൻ്റെ പിന്നിൽ ഇതൊക്കെ കറക്റ്റായിട്ട് നടന്നു. നമ്മൾ നിരന്തരം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരച്ചിലുകൾ നിന്ന സമയത്ത് നിരന്തരം പോരാടിയിട്ടാണ് ഇത് വീണ്ടും തെരച്ചിലിനെ എത്തിച്ചത്. അതുപോലെ തന്നെ നിരന്തരം നമ്മൾ തെരച്ചിലില്ലാത്ത സമയങ്ങളിൽ ഇവിടെ വാടകയ്ക്ക് വീടെടുത്തിട്ട് ഇവിടെ നിന്നും കൊണ്ട് ഡെയിലി എന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രൈവറ്റായിട്ട് പല ഭാഗങ്ങളിൽ കൂടി തെരച്ചിൽ നടത്തിയിരുന്നു. കടലിൽ തെരഞ്ഞതാണ്. 8 ദിവസത്തോളം കണ്ടിന്യൂസ് ബോട്ട് വാടകയ്ക്ക് എടുത്തിട്ട് നമ്മൾ കടൽ മൊത്തം അരിച്ചു പെറുക്കിയതാണ്. അതേമാതിരി കടലിൻ്റെ അതേ സമയത്ത് തന്നെ കരയോ അരിച്ചു പെറുക്കിയതാണ്. മീൻസ് പുഴയിൽ ഈശ്വർ മലപ്പനെ എന്താ പറയുക, ആ സമയത്ത് ആ അധികാരവും അറിയാതെ തന്നെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്താ പറയുക പ്രയത്നിച്ചിട്ടാണ് എന്താക്കുന്നത് ഇതിൻ്റെ ഒരു സ്വന്തം നിഗമനത്തിൽ എത്തുന്നത്. അതായത് ഈ വണ്ടിക്ക് അധികം പരിക്ക് ഇല്ല എന്നുള്ളത്. പരിക്ക് പറയുന്നത് ചപ്പിപ്പോവുള്ളൂ എന്നാണ് ഞാൻ ആദ്യമേ പറയണത്. അതായത് ചിതറിപ്പോവില്ല, വണ്ടി ചിതറിയിട്ടില്ല. വാഹനത്തിന്റെ ടയറുകളും എല്ലാം അതേമാതിരി തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയണതാണ് അർജുന്റെ കണ്ണിന്റെ വട്ടത്തെ വണ്ടി പാർക്ക് ചെയ്യുള്ളൂ. ഒരു ചായ കുടിക്കാൻ പോണെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ചായപ്പീടിയയിലേക്ക് പോകേണ്ടതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ചായപ്പീടിയ അവൻ സെലക്ട് ചെയ്യില്ല. അവൻ ചായപ്പീടിയയിൽ ഇരുന്ന് കസാലയിൽ ഇരിക്കുമ്പം വണ്ടി അവന്റെ മുന്നിൽ കാണണം. അത് നമ്മളെ എല്ലാ ഡ്രൈവേഴ്സിന്റെയും ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കൊടുത്ത നിർദ്ദേശമാണ്. അതിന് എന്താ പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി അന്യ നാട്ടിലാണുള്ളത്. ക്യാബിനിൽ ഇവരെ മൊബൈൽ ഉണ്ടാവും, പേഴ്സ് ഉണ്ടാവും, പൈസ ഉണ്ടാവും. ചില സമയത്ത് റേഞ്ച് ഇല്ലാത്തടത്ത് പോലെ ആണെങ്കിലൊക്കെ പെട്ടുപോകും. അതുകൊണ്ട് എപ്പോഴും അത് സൂക്ഷിക്കാൻ എപ്പോഴും പറയണതാണ്. ആ കാര്യത്തിലൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അർജുൻ സൂക്ഷിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് നന്നായിട്ട് അറിയാം അവൻ ക്യാബിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പല ആളുകളും പറഞ്ഞിനു ഈ മണ്ണിടിച്ചിലുണ്ടാവണതിന്റെ ആ സമയത്ത് പോലും അർജുനെ ചായക്കടയിൽ കണ്ടു, അങ്ങനെ ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. എനിക്കറിയുന്നു അവൻ ചായക്കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചായ കുടിക്കുക, വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, അവിടുന്ന് പോവും.
ഉറപ്പായിട്ടും ഓൻ അവിടെ തിരിഞ്ഞ് കളിക്കാനോ ഒന്നിനും നിൽക്കൂല. അതുകൊണ്ട് ആ ചായക്കടലിൻ്റെ മുന്നിൽ വെച്ച് ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ തന്നെ അതേമാതിരി തന്നെയാണ് വണ്ടിക്ക് ആ സമയത്ത് അപകടം പറ്റിയത്. അവനെ കിട്ടുന്നതും എന്താ പറഞ്ഞാൽ ഒരു ഉറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ തന്നെയാണ് കിട്ടുന്നത്. മനാഫിന് അർജുൻ അത്രത്തോളം പ്രിയപ്പെട്ടവരാണ്. ഇനി അർജുൻ ഇല്ല. ഇതൊക്കെ ആദ്യ തുടക്കത്തിലൊക്കെ മനാഫ് ഉൾപ്പെടെ പറഞ്ഞത് 5 ദിവസം നമ്മൾ ജീവനോടെ തിരിച്ചു കിട്ടും എന്നൊക്കെ. ഇനി അർജുൻ ഇല്ല, ആ സത്യം ഇത് വന്നിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ സമയത്ത്? അല്ല, തിരിച്ചു കിട്ടില്ല എന്ന് ഏകദേശം ഒരു ടൈമിൽ തന്നെ ബോധ്യപ്പെട്ടുപോയി. തിരിച്ചു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ വന്നപ്പോഴാണ് എന്താക്കണത്, ഇത് സ്റ്റാർട്ടിങ് ടൈമിന് ഈ 2 ദിവസം സ്വിച്ച് ഓഫ് ആയ മൊബൈല് പിന്നെ ഓണായി എന്നുള്ള ഒരു ന്യൂസ് വന്നപ്പം, അങ്ങനെ ഓണായിട്ടുണ്ടെങ്കിൽ അവനെ ഭൂമിന്റെ ഏത് തട്ടത്തുണ്ടെങ്കിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു വാശിപ്പുറത്താണ് കുറച്ച് വൈകാരികമായിട്ട് ഞാൻ പെരുമാറിയത്. അത് പിന്നീട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങൾ കഴിയെ പിന്നെ മൊബൈൽ ശബ്ദിക്കാതെ ആവുക, അങ്ങനെയൊക്കെയുള്ള എന്താ പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ പറഞ്ഞാൽ ആളുകൾ ഇതിന്റെ പിന്നാലെ കൂടിയിട്ട് മൊബൈൽ ശബ്ദിച്ചിരുന്നോ, മൊബൈൽ ഇതായിരുന്നോ, ഇതൊന്നും ഇനി വിടി, ആളെ കിട്ടി. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക ആശങ്കകളൊക്കെ വൈമാറി. ആ വീട്ടിലേക്ക് അവനെ എത്തിക്കുന്നതോട് കൂടിയിട്ട് ആ വീട്ടുകാർക്കൊരു സമാധാനമാണ്. ഇനി നമുക്ക് ധൈര്യസമേതം അതിന്റെ ഇൻഷുറൻസിന്റെ കാര്യത്തിലേക്ക് കടക്കാം. ഇതിന്റെ തേർഡ് പാർട്ടി ഒരു ഡ്രൈവർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഇൻഷുറൻസ് ആണ്. വാഹനം ഓടിച്ച ഡ്രൈവർക്ക് കിട്ടേണ്ട അത് വലിയ മോശമില്ലാത്ത ഒരു എമൗണ്ട് അവന് കിട്ടണം. അത് അവൻ അർഹിക്കുന്നതാണ്. ആ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഇനി മുന്നോട്ട് പോവുക, മറ്റു കാര്യങ്ങൾ ഇനി അവനെ നല്ലപോലെ എന്താ പറയുക ഇത്രയും കേരളം മൊത്തം സ്നേഹിച്ച് ഇതാണ്. ഇനി അവനെ നമുക്ക് കേരളത്തിൽ കൊണ്ടുപോയി ഒരു വരവേൽക്കായത് നല്ലൊരു അന്ത്യയാത്ര. തുടക്കത്തിലും മനാഫ് ലോറിക്ക് വേണ്ടിയാണ് മനാഫ്, അർജുനല്ല എന്നൊരു പ്രചരണമായിരുന്നു. അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴും മനാഫ് ലോറിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്, അർജുന്റെ ഇൻഷുറൻസ്. അതുപോലെ തന്നെ അതിന് എങ്ങനെയാണ് ഈ നാട് അങ്ങനെയാണ്. നമ്മളിവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഗാന്ധിജി ഉള്ള കാലത്ത് പോലും ഗാന്ധിജിക്ക് എതിരെ പോലും ആൾക്കാരുണ്ട്. അങ്ങനെ ഏതൊരാള് വന്നാലും ഓൽക്കെതിരെ ഉണ്ട്. ഒന്നും എന്താ പറയാ ഒരാളെ പോലും വിമർശിക്കാതെ വിട്ടിട്ടില്ല നാട്ടില്. നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് അതിൻ്റെതായ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ എന്താ പറയാ പ്രയാസങ്ങള് എന്തായാലും ഇത്തരത്തിലുള്ള ചെറിയൊരു ശതമാനം ആളുകൾ ഉണ്ട്. അപ്പം പറയാനുള്ളത് ഇങ്ങനെ ആളുകളോടാണ്. തീർച്ചയായിട്ടും എന്താ പറഞ്ഞ ഒരു ദുരന്ത സമയത്ത്, സങ്കട സമയത്ത് ഒരിക്കലും ഇത്തരത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ മരണപ്പെട്ട വാപ്പനെ അടക്കം കുറ്റം പറയാ, അല്ലെങ്കിൽ അധ്യാപകരെ കുറ്റം പറയാ, മതത്തിനെ കുറ്റം പറയാ, ഒരിക്കലും നമ്മളെന്താണ് ഏതാ നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നുള്ള ആ ബോധം ഉണ്ടാവുക. നമ്മളെ രാജ്യങ്ങളുടെ മറ്റു രാജ്യങ്ങളൊക്കെ ഒരുപാട് പുരോഗമിച്ചു പോയി. പല ആളുകൾക്ക് പോലും ഭാര്യ ഭർത്താക്കന്മാർക്ക് പോലും സ്വന്തം ജാതി ഏതാന്ന് അറിയാത്ത ഭാര്യ ഭർത്താക്കന്മാരാവുന്ന രാജ്യങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ എന്താക്കണത് ഇപ്പോഴും ഈ നൂലാമാലയിൽ കുടുങ്ങിക്കിടക്കണത്. ദയവ് ചെയ്തിട്ട് നമ്മള് അതിലേക്കൊന്നും, ഞാൻ സത്യം പറയാലോ, നിങ്ങൾക്കറിയോ ഞാൻ ഈ വിഷയത്തിൽ നമ്മളെ കൂടെ നിന്ന ആളാണല്ലോ രഞ്ജിത്ത് ഇസ്രായേൽ. ഞാൻ രഞ്ജിത്ത് എന്ന് കേൾക്കുമ്പോ ഞാൻ ആ മതം ചോദിച്ചില്ല. ഒരു ഘട്ടം വന്ന് ആളെ ഒരുപാട് ക്രൂശിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ രഞ്ജിത്ത് ഭായി നിങ്ങളെ ഏത് മതക്കാരനാണ്. ഞമ്മക്ക് അതൊന്നും തലയിൽ ഓടുന്നില്ല. ഇതൊക്കെ നമ്മൾ ഒരുപാട് മാറേണ്ടിയുണ്ട്. പക്ഷെ ആ കാര്യത്തിൽ നോക്കി നമ്മൾ കർണാടകനെ പല കാര്യത്തിനും കുറ്റം പറയണ്ടല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ ചാനലിൽ സംസാരിച്ചത് മലയാളം ചാനലിനെക്കാളും കൂടുതൽ കന്നഡ ചാനലിലാണ്. ഈ കന്നഡ ചാനലിന്റെ ഒരു കമാൻഡിലും നിങ്ങൾക്ക് ഈ ഇത്തരത്തിൽ എന്താവൂല, അങ്ങനത്തെ അവഹേളനങ്ങൾ കുറവാ. അവിടെ എന്താ പറഞ്ഞാൽ ആ കാര്യത്തിൽ ഇവിടെ ഉള്ള ആളുകളാണ് ഡീസന്റ്. നമ്മൾ കുറച്ചുകൂടി. അതുപോലെ അമ്മക്ക് മനാഫ് ഒരു വാക്ക് നൽകിയിരുന്നു അർജുന്റെ. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഒരു വിരലെങ്കിലും എത്തിക്കുമെന്ന്. എന്തായാലും ഇപ്പോൾ അത് സാധിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വീട്ടുകാരുടെ മുന്നിലേക്ക്. അതിനുശേഷം ഞാൻ ആദ്യ ദിവസം ഇവരെ വീട്ടിൽ നിന്നും അഞ്ജുനെയും പിന്നെ നമ്മളെ കൃഷ്ണപ്രിയനെയും കൂട്ടിയിട്ടാണ് ഞാൻ എന്താ പറഞ്ഞാല് MP ഓഫീസിലേക്ക് ചെല്ലുന്നത്. MP ഓഫീസിലെത്തുമ്പോൾ MP ഇല്ലേനി ആ സമയത്ത്, വേറെ എന്തോ ഒരു പരിപാടിക്ക് ബിസി ആയിരുന്നു.
നമ്മളെ ആശങ്ക എന്താണെന്ന് കഴിഞ്ഞാൽ കൃഷ്ണപ്രിയന്റെ മൊബൈല് റിങ് ചെയ്ത്, അർജുന്റെ മൊബൈല് കൃഷ്ണപ്രിയ ഫോൺ ചെയ്തപ്പോൾ റിങ് ചെയ്ത് എന്നുള്ളതാണ് നമുക്ക് ആ ടൈമിനുണ്ടായിന് ഒരു ഇത്. അപ്പൊ MP ഓഫീസിലെ സ്റ്റാഫുകൾ ആ സമയം തന്നെ എന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് MP ആയിട്ട് സംസാരിച്ച് MP രാവിലെ തന്നെ കോഴിക്കോടുകാരനാണ് അപകടത്തിൽപ്പെട്ടതെന്നുള്ളത് വേറെ എവിടുന്നോ ന്യൂസ് കിട്ടി, ഒന്ന് അന്വേഷിച്ചു എന്നുള്ളത് പറഞ്ഞ്. പിന്നെ അപ്പൊ നമ്മളിങ്ങനെ ഒരു എന്താ നിങ്ങളെ ആവശ്യം, പെട്ടെന്നുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മീഡിയാസിനെ കിട്ടേണ്ടി വരും, കാരണം നമുക്ക് ഇത് മീഡിയാസിലൂടെ ഒന്ന് അറിയിക്കേണ്ടി വരും എന്നാണ്. അപ്പം തന്നെ മീഡിയാസിനെ MP ഓഫീസിൽ നിന്ന് വിളിച്ചെന്ന് അതിൽ വന്ന ചാനലുകാരോട് നമ്മളെ കാര്യങ്ങൾ അവതരിപ്പിച്ച് അതിനുശേഷം ഞാൻ ഇവരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് അച്ഛന് എന്നോട് പറഞ്ഞു. അച്ഛൻ എന്തോ ഒരു ഉള്ളൊരു തോന്നൽ വന്നു അതിന്. അച്ഛന് ആദ്യം ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞത്, മോനെ ബോഡിയെങ്കിലും എനിക്ക് കൊണ്ടുപോയി തരണേന്ന്. അത് ആലോചിക്കണം, അത് 1ാമത്തെ ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസമാണ് പറയണത്. ഞാൻ പറഞ്ഞ അച്ഛാ ബോഡിയോ ഫുള്ള് ആളെ ജീവനോടെ തന്നെ കൊണ്ടുവരും, അതിന് നമ്മളെ കോൺഫിഡന്റ് ആണ്. ഞാൻ പറഞ്ഞ ജീവനോടെ കൊണ്ടുവരും, അച്ഛൻ ബേജാറാവാതൊക്കെ ഞാൻ പോയിട്ട് അത് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങണത്. അവിടുന്ന് തിരിച്ച് അതിന്റെ പണിയായി പിന്നെ ഈ ദിവസം വരെ എടുത്തത്. അവന്റെ അമ്മന്റെ ഒരു ഊർജം എനിക്ക് ഒരുപാട് സഹായം ചെയ്തു, അല്ലെങ്കിൽ ഞാൻ തകർന്നു പോയിനു. ഡെയിലി നമ്മളൊരു തളർന്നെന്ന് കാണുമ്പോൾ എൻ്റെ അമ്മ രാവിലെ എണീച്ച് ആകെ തളർന്നിരിക്കുമ്പോൾ മൊബൈലിൽ ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവും അമ്മൻ്റെ ഒരു വോയിസ്. അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും അമ്മനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും അർജുനായിരിക്കും എന്ന് തോന്നിപ്പോവുകയാണ്. പല ഘട്ടങ്ങളിലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ ഇതിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാവുന്ന ഒരു സാധാരണക്കാരനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ അപ്പുറം ഞാൻ ചെയ്തിക്കണ്. അത് ഇനി എത്തിപ്പെടാവുന്നത് പല ഘട്ടങ്ങളിലും എൻ്റെ കൂടെ ഉള്ള എൻ്റെ സഹോദരങ്ങളോട് വരെ ഞാൻ കയർത്ത് സംസാരിച്ചിക്കണ്. ഒരു ഭ്രാന്തനെ പോലെ ആയിപ്പോയിന് ഞാൻ. ബൈജോട്ടനോട് പോലും ഞാൻ ചില സമയത്ത്, കാരണം നമുക്ക് എല്ലാ ഉപദേശവും തന്ന് കൂടെ നിൽക്കണ, ചിലതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതാവുമ്പോൾ ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ പോലെ കാണുന്ന ആളാണ്. മൂപ്പരോട് പോലും ഞാൻ കയർത്ത് സംസാരിച്ചിക്കണ്, ഞാൻ പൊട്ടിത്തെറിച്ചിക്കണ് പല ആളുകളോടും. അതിപ്പോ കർണാടക മുഖ്യമന്ത്രിനോട് പോലും കാണുക ഞാൻ ഈ വിഷയത്തിൽ ആലോചിച്ച് നോക്കണം. ഒരു സാധാരണക്കാരനായ ഞാൻ അമർഷം സഹിക്കാൻ കഴിയായിട്ട് മുഖ്യമന്ത്രി വന്ന് എൻ്റെ എത്ര ദൂരത്ത് നിൽക്കുമ്പോൾ ഞാൻ മണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞില്ലേ, അർജുനെ 1.5 മണിക്കൂർ കാത്തുക്ക്, എല്ലാ പണിയും നിർത്തി വെച്ചിക്കാണ്, മുഖ്യമന്ത്രി വന്നിക്കണ് ഇവിടെ, മുഖ്യമന്ത്രി പോയിട്ടേ ഞാൻ തരികയുള്ളൂ എന്ന്. അത്ര അമർഷം ഞാൻ പ്രകടിപ്പിച്ചിക്കണ്. ഞാൻ തന്നെ ചില സമയത്തേക്ക് ഈ SP ഒക്കെ തല്ലുമ്പോഴും ബാക്കിയുള്ള SP DSP എല്ലാവരുടെ അടുത്തും ഞാൻ അടി വാങ്ങാത്ത ആളില്ല, പരത്തി വാങ്ങിക്കുന്ന അടി. ഈ വാങ്ങി അടിക്കൊന്നും എനിക്ക് ഒരു പ്രശ്നം തോന്നില്ല, എനിക്ക് മേല് വേനാവില്ല. ഇതൊക്കെ പിന്നിൽ ഏതോ ഒരു ശക്തി ഉണ്ടായതുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ സാധാരണ ഒരാൾക്ക് ഇതൊന്നും എന്തായാലും ആ കപ്പാസിറ്റിയിലേക്ക് വരൂല. ഞാൻ ചെയ്യേണ്ട കടമേനും എനിക്ക് വലിയൊരു പ്രശസ്തിയോ അല്ലെങ്കിൽ വലിയൊരു ഇതോ ഞാൻ അർഹിക്കുന്നില്ല. ഞാൻ ചെയ്യേണ്ട എൻ്റെ ഡ്യൂട്ടിയാണിത്. ആ ഡ്യൂട്ടി ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത്, അല്ലെങ്കിൽ എനിക്കൊരു നാണക്കേട് മാതിരി ആയിപ്പോവേനും. പിന്നെ അതേമാതിരി തന്നെ ജീവിതകാലം മുഴുവൻ ഒരു കള്ളനെ പോലെ എന്താ പറയുക, ഞാൻ എന്തൊക്കെയാണ് ആയത്. ദാവൂദ് ഇബ്രാഹിമിനെക്കാട്ടിയും ടോപ്പായി പോയില്ലേ. കള്ളന്, കൊലപാതക, സ്മഗ്ലർ, നക്സല് എല്ലാം ഞാനേനു. എന്താ ഇനി ആവാൻ ബാക്കിയുള്ളത്? എല്ലാം ആയിപ്പോയി. എന്താ പറഞ്ഞ ഞാൻ ഇന്നലെ എങ്ങാനും ആ ഡഡ്ജറിൽ ഓനെ കിട്ടിയില്ലെങ്കിൽ ഇന്നലെ ഡഡ്ജർ പോവുകയാണ് പറഞ്ഞു. എങ്ങാനും പോയില്ലെങ്കിൽ ഞാൻ ആജീവനാന്ത കാലം ഈ കുറ്റങ്ങളും ജനങ്ങൾ എന്താ പറയുക, കുറച്ച് ജനങ്ങൾ ചാർത്തി തന്ന ഈ പട്ടങ്ങളുണ്ടല്ലോ, ഒരു ഡോണുമാതിരി എന്താ ലോ ക്ലാസ് സ്മഗ്ലർ പോലെ ആയിപ്പോകുന്ന ജീവിതാവില്ല. ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിയും കൂടി ആത്മഹത്യ ചെയ്യണ വക്കിലേക്ക് എത്തിച്ച് പോവുകയും അതിന് ദൈവം കച്ചിലാക്കി. അത്ര തന്നെ.
ഇനിയിപ്പോ ഇന്നത്തെ ഈ മൃതദേഹം കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം മനാഫിന് ലഭിച്ചിട്ടുണ്ടോ? ഏത് രീതിയിലാണ് സംസ്കാര ചടങ്ങുകളൊക്കെ, അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? എന്തായാലും ഈ ബോഡി ഞാൻ നേരിൽ കാണാൻ ഒരു അവസരം ഉണ്ടായി. ഇവന്റെ ശരീരം ഞാൻ കണ്ട പാടന്നെ ഡിവൈഎസ്പിനോട് ഞാൻ പറഞ്ഞു, സാറേ ഇനി ഇവിടെ ഒരുപാട് കാലം ഇവിടെ നിന്ന് അർജുന്, ഇനി എത്രയും പെട്ടെന്ന് അർജുനെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകണം. പുള്ളിക്കാരനും എല്ലാവരും പറയണത് ഇത് ഇവിടുത്തെ നിയമം എന്തായാലും ഈ പ്രൊസീജിയർ കഴിയാതെ വിടാൻ ചാൻസ് ഇല്ല. 2 ദിവസം കൊണ്ട് DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരാൻ കാത്തു നിന്നേ മതിയാവും. നമുക്ക് ആ സമയം വരെ വേറെ പല പരിപാടികളും ഉണ്ട്. നമുക്ക് ജഗന്നാഥന്റെ ഫാമിലിനെ എടുക്കണം, അതായത് ജഗന്നാഥനെ എടുക്കണം, ജഗന്നാഥന്റെ ഫാമിലിന്റെ അടുത്തേക്ക് ജഗന്നാഥ് എത്തിച്ചു കൊടുക്കണം. ഈശ്വർ മൽപ്പനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, ലോകേഷ് ഇവരൊക്കെ. നമുക്ക് പണികൾ ഇനിയുണ്ട്. ഏതായാലും ഇറങ്ങിയില്ലേ, എല്ലാം കൂടി വന്ന് നമുക്ക് ഏറ്റെടുത്താളാ. ആരും ഏറ്റെടുക്കാൻ ഇവിടെ ഇല്ലാത്തതിനോണ്ടാ, അല്ലെങ്കിൽ ഈ പണിക്കൊന്നും നമ്മള് നിക്കൂല ഞാന്. പക്ഷെ ആരും ഇല്ല. അപ്പൊ തൽക്കാലം നമുക്ക് അർജുനോടൊപ്പം തന്നെയല്ലേ ഇനി കേരളത്തിലേക്ക് മടങ്ങുക? അത് മാത്രമല്ല, അർഹിക്കുന്ന ഒരു യാത്രയപ്പ് അവസാനമായി അർജുനെ നൽകാൻ തന്നെയല്ലേ തീരുമാനം? ഞാൻ അർജുന്റെ കൂടെ മടങ്ങുക എന്നുള്ളത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അർജുനെ കിട്ടിക്കഴിഞ്ഞ് ഞാൻ ചെയ്യേണ്ട ജോലി എന്റെ കഴിഞ്ഞിരിക്കണം. ഇനി ഞാൻ അർജുന്റെ വീട്ടില് അമ്മേന്റെയും അച്ഛന്റെയും അർജുന്റെ മോന്റെ അടുത്തും ഭാര്യന്റെ അടുത്തും പെങ്ങന്മാരുടെ അടുത്തും അനിയന്റെ അടുത്തും ഓലെ ഏൽപ്പിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ എന്റെ ഡ്യൂട്ടി. പിന്നെ കഴിഞ്ഞു. അത് ആ പ്രൊസീജിയറിൽ ഞാൻ അർജുനെ കാണരുതെന്ന് വിചാരിച്ചതാ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാനത് വിചാരിക്കാതെ തന്നെ ഡിവൈഎസ്പി ഇന്നായിട്ട് ഒരു ബന്ധം, നമ്മൾ അടി കൂടിയ ബന്ധം ഉണ്ടായതുകൊണ്ട് ഭയങ്കര സ്നേഹത്തില് പുള്ളിക്കാരൻ വിളിച്ചപ്പോൾ ഞാൻ പോകേണ്ടി വന്നു. ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ അർജുനുള്ളത്? ശരീരഭാഗങ്ങൾ മുഴുവൻ കിട്ടിയ 80% മാത്രമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതങ്ങനെ അതിന് നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഈ തിടുക്കപ്പെട്ടതും എന്റെ വൈകാരികമായ പ്രവൃത്തിയും എന്റെ ഉള്ളില് അർജുന് എവിടെ ഉണ്ടെങ്കിലും നശിച്ചു പോവാതെ കിട്ടണമെന്നാണ്. അപ്പൊ ഞാൻ പല നേതാക്കന്മാർക്കും അവർക്കൊക്കെ അറിയാം. ആ നേതാക്കന്മാരോടൊക്കെ പറഞ്ഞാണ്, അർജന്റാണ്, മറ്റു വിഷയത്തിന്റെ മാതിരി ഞങ്ങൾ ഇത് സ്ലോ ആക്കരുത്. കാരണം തന്നെ ഒരാളെ ശരീരം നശിച്ചും കൊണ്ടിരിക്കുകയാണ്. അത് പരമാവധി നശിക്കുന്നതിന് മുമ്പേ നമുക്ക് ഓന്റെ വീട്ടിലെത്തിക്കണം. അതന്നെ ഇപ്പൊ സംഭവിച്ച്. എത്ര ആള് പറഞ്ഞ് എല്ല് പോലും കിട്ടൂല എന്ന് പറഞ്ഞില്ലേ. ആ ആളുകൾക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതിനോണ്ടല്ലേ കാണിച്ചു കൊടുക്കേന്. അത്രത്തോളം ശരീരാവസ്ഥകൾ ഇതായതല്ലേ? അല്ല, അതെ, അത് അധികം ആയിട്ടില്ല. അധികം കേടുകളൊന്നുമില്ല. ഒരു ചെറിയ പരിധിയിലുള്ള ഡാമേജുകളേ ഉള്ളൂ. അതൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. എന്തായാലും അത്തരത്തിലാണ്. ഏതായാലും മനാഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു മനുഷ്യനാണ്. ഈ കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ വലിയ വിമർശനങ്ങളും ഇത്തരത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ വൈകാരികമാണ്. കഴിഞ്ഞ ദിവസം തന്നെ അത് കണ്ടതാണ്. എന്തായാലും മനാഫ് ഇതാണ് ഒരു കൃത്യമായി ഇത് ഈ മൃതദേഹം എപ്പോൾ കൊണ്ടുവരാൻ കഴിയുന്ന കാര്യത്തിൽ ഒരു 10 മണിയോടുകൂടി തന്നെ നമുക്ക് 10-11 മണിയോടുകൂടി തന്നെ നമുക്കൊരു സ്ഥിരീകരണം ഉണ്ടാകും. എന്നാലും DNA പരിശോധന ഫലം അത് ലഭിച്ചതിന് ശേഷം മാത്രമേ മൃതദേഹം വിട്ടു നൽകൂ എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടവും ഉള്ളത്. റൈറ്റ്. ബൈജു തുടരുക. ഷിരൂരിൽ നിന്നാണ് ബൈജു ചെയ്യുന്നത്. നമ്മൾ അതിന് മുമ്പ് 5 തൊട്ട് മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. നിരന്തരം പരിശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയുകയായിരുന്നു കുടുംബം. അർജുന്റെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം പലതരം വ്യാജ വാർത്തകളുടെ കടന്നു പോകേണ്ടിയും വന്നു. ഈ സാഹചര്യങ്ങളൊക്കെ ഒപ്പം നിന്നവരെ ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. നമ്മളെ കൂടെ അന്ന് മുതൽ ഇതുവരെ നിന്ന എല്ലാ ആളുകൾക്കും നമ്മൾ ഓർക്കുന്നുണ്ട്. ഇന്നലെ നമുക്ക് പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥയിൽ നിങ്ങളെല്ലാവരും നമ്മളെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റിയൊരവസ്ഥയല്ല. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, 1ാം ഘട്ട തെരച്ചിലാണെങ്കിൽ അത് അവസാനിക്കുമ്പം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് പോയത്. അതിന്റെ ഇടയിൽ കുടുംബം നേരിട്ട ഈ വ്യാജ വാർത്തകൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് പേര് കൂടെ നിൽക്കുന്ന സമയത്താണെങ്കിലും വ്യാജ വാർത്തകളായിട്ട് നമ്മുടെ ഒരുപാട് പേര് വിഷമിപ്പിച്ചിട്ടുണ്ട്.
യൂട്യൂബ് ചാനലുകൾ പലരും വലിയ രീതിയിൽ മൈലേജ് എടുത്തിട്ടുണ്ട്. നമ്മളെ അനിയന്റെ പേരിലുള്ള യൂട്യൂബ് ചാനൽ കുടുംബത്തിന് ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല തരത്തിലുള്ള വ്യാജ വാർത്തകളും അതിലൂടെയൊക്കെ നമ്മൾ കടന്നു വന്ന് അർജുൻ ഞങ്ങൾക്കൊരൊറ്റ ഉത്തരം അറിയേണ്ടേ ഉള്ളൂ. നമ്മൾ അതായത് ഒരു സാധാരണ ആളുകൾ ഇത്രയും ആളുകളെ ഇടയിൽ കൂടെ ഇറങ്ങി നടക്കണം, എന്നിട്ട് നമ്മൾ മീഡിയന്റെ മുന്നിൽ പോയതും വീണ്ടും വീണ്ടും ഇതൊക്കെ ആവശ്യപ്പെട്ട ഞങ്ങൾക്ക് അർജുൻ എന്താ സംഭവിച്ചതെന്നുള്ളൊരൊറ്റ ഉത്തരം കിട്ടാനാണ്. ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ച് വൈകിപ്പോയി. എന്നാലും നമുക്ക് എല്ലാവർക്കും അത്രയും പ്രതിസന്ധി നിറഞ്ഞൊരു സമയമായിരുന്നു. കാലാവസ്ഥയാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാം ഘട്ട തെരച്ചിൽ നിർത്തിവെച്ചപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പല ആളുകളെയും കുടുംബം ഒറ്റക്കെട്ടായിട്ട് ഒറ്റ തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ പല ആളുകളെയും പോയി കണ്ടു. എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു സംഭവം നടന്നപ്പം കർണാടകത്താണ്, അവിടുത്തെ സർക്കാരിന്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്തിക്കാൻ നമ്മൾ ആദ്യം പോയ ആള് രാഘവേട്ടനാണ്. രാഘവേട്ട അത് വേണ്ട രീതിയിൽ തന്നെ അന്ന് മുതൽ നമ്മുടെ കൂടെ നിന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സർക്കാരാണെങ്കിലും സർക്കാരിന്റെ ഓരോ പ്രതിനിധികളും ദിവസവും നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മുടെ കുടുംബത്തിനൊപ്പം ചേർന്ന് നിന്നുണ്ട്. കൃഷ്ണപ്രിയ അവൾക്ക് നമ്മൾ എന്ത് കൊടുത്താലും മതിയാവില്ല. പക്ഷെ അർജുൻ എന്ന് പറഞ്ഞൊരു നഷ്ടം അവൾക്ക് തീരാ നഷ്ടമാണ്. അവൾക്കൊരു ജോലി കൊടുത്ത് നമ്മുടെ സർക്കാർ അതും ചെയ്ത് അങ്ങനെ ഓരോ എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ആളുകളും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ നിന്നുണ്ട്. അതേപോലെ നിങ്ങൾ മീഡിയ ആ ഒരു ശിരൂരെത്തിയാലേ നമുക്ക് മീഡിയ കഷ്ടപ്പെട്ട ഒരു കാര്യം അറിയുള്ളൂ. നിങ്ങൾ ആ വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ അത്രയും ഈ ഒരു ദൗത്യം ഇത്ര വിജയകരമാക്കാൻ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. അവിടുത്തെ ജില്ലാ ഭരണകൂടാണെങ്കിലും നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈശ്വർ മാൽപ്പെ എല്ലാ ആളുകളും എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അർജുന്റെ അടുത്ത് എത്തിപ്പെടാം. ഇനി പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു. എല്ലാവർക്കും ഒരു ഉത്തരം കിട്ടി. നിങ്ങളൊക്കെ പോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡ്രഡ്ജറിലെത്തിച്ച് അഞ്ജുവിനൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നല്ലോ. അപ്പൊ അവർക്ക് പരിമിതി ബോധ്യപ്പെടുത്താനാണോ ശ്രമിച്ചത്, അതോ നടത്തുന്ന പുരോഗതി അറിയിക്കാനായിരുന്നു? പുരോഗതി അറിയിക്കുന്നതിനൊപ്പം തന്നെ SP സാറ് അതായത് ഈ ഒരു ഡ്രഡ്ജിങ് സാധ്യമാക്കാൻ അവരെ പ്രഷർ ചെയ്ത് നമ്മൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ KC വേണുഗോപാൽ സാർ അടക്കമുള്ള ആളുകളുടെ ഡയറക്റ്റ് പ്രഷറും കാര്യങ്ങളും ഇപ്പോൾ രാഘവേട്ട അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് ആ ഒരു എഫേർട്ട് എടുത്തതെന്ന് പറഞ്ഞു. പിന്നെ അതേമാതിരി അവർക്ക് ആ ലോറി അവിടെയാണ് ഏകദേശം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഉറപ്പ് നമ്മളെയും കൂടി അറിയിക്കാനാണ്. അപ്പോൾ കുറച്ച് ദിവസം എടുക്കും. നമുക്ക് ഏകദേശം ഇതിൻ്റെ ഉള്ളിലാണ് ലോറി എന്നുള്ള മനസ്സിലായിട്ട് ഏകദേശം സ്ഥാനം മനസ്സിലായിട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. പക്ഷെ അത് പതുക്കെ നമുക്ക് സാധ്യമാവുള്ളൂ. ആ കാര്യങ്ങളൊക്കെ അറിയിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അവർക്ക് അവര് വിശദീകരിച്ചു. അവിടെ തന്നെയാണ് കിട്ടിയത്. ആദ്യം ഈ തെരച്ചിലിനൊക്കെ വളരെ വേഗം കുറവാണ് നമ്മൾ പരാതി. പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായി നടന്നിരുന്നു, ഏകോപനം കാര്യങ്ങളൊക്കെ? ഏകോപനം അതൊന്നും അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആരുമല്ല. അപ്പം നമുക്ക് അതൊക്കെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. അപ്പം അതെനിക്ക് ഉത്തരമല്ല. ഇപ്പൊ ഏതായാലും നമുക്ക് ലാസ്റ്റ് ഈ ഡ്രഡ്ജർ വന്നതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിന്റെ കാരണം അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. മനുഷ്യ സാധ്യമായിട്ട് ഒരു ഡൈവ് ചെയ്തിട്ട് നമുക്ക് ആ ലോറിന്റെ അടുത്ത് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റൂലായിരുന്നു. അപ്പൊ അതിന് ഡ്രഡ്ജർ മാതിരിയുള്ള സംവിധാനം വേണമെന്നുള്ള രീതിയിലാണ് രണ്ടാം ഘട്ട തെരച്ചിൽ അവസാനിപ്പിച്ചത്. പിന്നെ നമുക്ക് ഒരുപാട് ഫോൾസ് ഇൻഫർമേഷൻ ഒക്കെ നമുക്കും കിട്ടിയിട്ടുണ്ട്. പല രീതിയിലും നമ്മളും ആ വഴിക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഏതായാലും കുറച്ച് വൈകിയാണെങ്കിലും ഈ ഒരു സമയത്ത് ഈ ഒരു ഇതിലേക്ക് എത്താൻ പറ്റും. MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അർജുൻ്റെ വീട്ടിലാണ് അനീഷ് ഉള്ളത്. അനീഷ് കുടുംബാംഗങ്ങൾ സഹോദരിയൊക്കെ പ്രതികരിച്ചു, അവർ നന്ദി പറയുന്നുണ്ട്. ഒപ്പം നിന്നതിൽ ആ സ്നേഹം അറിയിക്കുന്നു. ആ വലിയ ദുരിതപ്പുഴയിൽ നിൽക്കുമ്പോൾ പോലും, സങ്കടപ്പുഴയിൽ നിൽക്കുമ്പോൾ പോലും. എങ്ങനെയാണ് അനീഷ് അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ബന്ധുക്കളൊക്കെ വീട്ടിലേക്ക് എത്തുന്നു, നാട്ടുകാരൊക്കെ എന്താണ് പ്രതികരണങ്ങളൊക്കെ അവിടെ? എന്തോ ഈ സംസ്കാരത്തിനടക്കമുള്ള തയ്യാറെടുപ്പുകൾ ഇനിയും ആരംഭിച്ചു കഴിഞ്ഞിട്ടില്ല. കാരണം DNA പരിശോധന നടത്തുന്ന ഒരു ഔദ്യോഗിക നടപടിക്രമമാണ്. അത് നടത്തിയ ശേഷം മാത്രം വിട്ടു നൽകാൻ മതിയെന്ന ഒരു നിലപാടിലേക്ക് കുടുംബം എത്തുകയായിരുന്നു. കാരണം ഭാവിയിൽ എന്തെങ്കിലും നിയമപരമായതോ മറ്റുള്ളതോ ആയ സങ്കീർണ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പിന്നീട് ഒരു പ്രശ്നമായി മാറേണ്ടതില്ല. ഒപ്പം ദുരന്ത നിവാരണ നിയമപ്രകാരം ഇത്ര അധികം ദിവസമായി കാണും. അതായത് അത്തരമൊരു സാഹചര്യത്തിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായി മാത്രമാകും മൃതദേഹം ലഭിക്കുക. എന്തായാലും നിലവിലെ കണക്കൂട്ടലിൽ ഒരു 2 ദിവസത്തിനുള്ളിൽ മൃതദേഹം കുടുംബത്തിന്
വിട്ടുകിട്ടും എന്നാണ് കരുതുന്നത്. എന്തായാലും അതിന് അനുസൃതമായ തയ്യാറെടുപ്പുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീടിന് പിൻവശത്ത് തന്നെ കുറച്ച് സ്ഥലമുണ്ട്, അവിടെയാവും സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നാണ് കുടുംബം അറിയിച്ചിരുന്നത്. എന്തായാലും ഇന്നലെ ഈ ലോറി കിട്ടുകയും ലോറിക്കുള്ളിൽ അർജുൻ്റെ ഭൗതികാവശിഷ്ടം ഉണ്ടാവുകയും ചെയ്തപ്പോഴും വളരെ ദിവസങ്ങളായി കാത്തിരുന്ന ഒരു നിമിഷമാണെങ്കിൽ പോലും അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ ആഘാതത്തിലായിരുന്നു കുടുംബം. കാരണം ഈ തെരച്ചിലിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഉയരോടെയുള്ള അർജുനെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കുടുംബത്തിനുണ്ടായിരുന്നത്. പിന്നീട് അത് ജീവനോടെ അല്ലെങ്കിലും അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ അത് 1ഉം 2ഉം ഘട്ടങ്ങൾ തെരച്ചിൽ പിന്നിടുന്നു. പിന്നീട് 3ാം ഘട്ടത്തിൽ തെരച്ചിൽ ആരംഭിക്കുമ്പോഴും ഡ്രഡ്ജർ വെച്ചുള്ള തെരച്ചിൽ ഒരുപാട് ദിവസത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് വരുന്നു. അതിനൊക്കെ ശേഷമാണ് ഈ ഭൗതിക അവശിഷ്ടം ഈ വാഹനത്തിനുള്ളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് തന്നെ ലഭിക്കുകയും ചെയ്തു. എന്തായാലും ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ആശ്വാസമാണ്, സമാധാനമാണ്. കാരണം എന്നേക്കുമായി കാണാതാവുന്ന ഒരാളെക്കുറിച്ചുള്ള വേദനയേക്കാൾ നല്ലതാണല്ലോ ഈ താൽക്കാലികമായി ഉണ്ടാകുന്ന ഈ വേദനയും. അത് ഒരുപക്ഷെ മുറിവുകൾ കാലം ഉണക്കുമെന്ന് കരുതാം. പക്ഷേ തിരിച്ചു കിട്ടാതെ ഇരുന്നാൽ അല്ലെങ്കിൽ ഒരു വിവരങ്ങളും തെരച്ചിലിൽ ലഭിക്കാതെ വന്നാൽ അതൊരു തീരാവേദനയായി കുടുംബത്തിന് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുതന്നെയാണ് നേരത്തെ ആ സഹോദരി അടക്കം പങ്കുവെക്കുകയും ചെയ്തത്. എന്തായാലും എല്ലാ മലയാളികളോടും ആ കുടുംബത്തിൻ്റെ നന്ദി പറഞ്ഞു. കാരണം സർക്കാരുകൾ, ജനപ്രതിനിധികൾ എന്നിവരെല്ലാം വളരെ കാര്യക്ഷമമായി തന്നെ ഇതിൽ ഇടപെട്ടു. ആഴങ്ങളിലേക്ക് നീങ്ങി അർജുനെ വീണ്ടെടുക്കാനായി തിരച്ചിൽ നടത്തിയ മുങ്ങൽ വിദഗ്ധരടക്കം എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളെയും കുടുംബം നന്ദി പറയുന്നു. എന്തായാലും ഇന്നലെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും വീട്ടിൽ നിന്നും അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത വിധം തളർന്ന അവസ്ഥയിലായിരുന്നു. ഇന്നാണ് സഹോദരി എത്തുകയും എല്ലാവർക്കും തങ്ങളുടെ നന്ദി പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 2 ദിവസമെങ്കിലും എടുക്കും ചുരുങ്ങിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാവും റോഡ് മാർഗം തന്നെ ഈ ഭൗതികാവശിഷ്ടങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുക. ഈ വീട്ടിലേക്ക് എത്തുന്നതനുസരിച്ചുള്ള സമയക്രമം നിശ്ചയിക്കുമ്പോഴാവും സംസ്കാരമടക്കമുള്ള സമയക്രമം കുടുംബം നിശ്ചയിക്കാൻ കഴിയും. എന്തായാലും ഇപ്പോൾ ബന്ധുക്കളും അടുത്തുള്ള ആളുകളുമൊക്കെയാണ് ആ വീട്ടിലേക്ക് വരികയും ആ കുടുംബത്തിനൊരു ആശ്വാസമായി മാറുകയും ചെയ്യുന്നത്. ഈ കാണാതായ നാൾ മുതൽ അതിൽ വാർത്തയായി പുറത്തേക്ക് വന്ന സമയം മുതൽ ഈ വീട്ടിലേക്ക് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തേക്ക് പ്രമുഖരായ ആളുകൾ എത്തുകയും ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്നലെ മുതൽ ഈ കുടുംബത്തിനെ കാണാനും അമ്മയ്ക്കൊരു ചെറിയ സാന്ത്വന വചനം നൽകാനുമൊക്കെ നിരവധി പേർ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു വലിയ ആളുകളുടെ ഒരു വരവ് അല്പം കുറഞ്ഞിട്ടുണ്ട്. കാരണം ഈ മൃതശരീരം എത്തുന്ന സമയം സംബന്ധിച്ച ഒരു കൃത്യമായ വിവരം ലഭിച്ച ശേഷമാവും ആളുകൾ ഇവിടേക്ക് അധികമായി എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അങ്ങേയറ്റം ഒരു മാനസികമായ ഒരു ആഘാതത്തിൽ തന്നെയാണ് കുടുംബം. പ്രതീക്ഷിക്കപ്പെട്ട വിവരമാണ് പുറത്തു വന്നതെങ്കിലും അർജുൻ ഇനി ജീവനോടെ ഇല്ല എന്നത് ഒരു ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഇന്നലെയൊക്കെ കണ്ടപ്പോൾ അർജുൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതുപോലെ ഈ കിട്ടാതിരിക്കുന്ന സമയത്തൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഏതെങ്കിലും തുരുത്തിലേക്ക് ഒഴുകിയെത്തുകയോ അല്ലെങ്കിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയോ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും അത്ഭുത കഥകൾ അല്ലെങ്കിൽ രക്ഷപ്പെടലിൻ്റെ ഒരു മഹത്തായ കഥകൾ പറയാൻ അർജുൻ തിരിച്ചെത്തുമെന്ന ഒരു പ്രതീക്ഷയായിരുന്നു ഓരോ ദിനവും ഉണ്ടായിരുന്നത്. അത് ദിനം പ്രതി കൊഴിയുകയും ഇപ്പോൾ ഒടുവിൽ ആ മൃതശരീരം കിട്ടിയിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് ഒരു ചെറിയ സാന്ത്വനം ഈ കുടുംബത്തിന് നൽകുന്നു. ഭൗതിക ശരീരം എത്തിച്ച് കർമ്മങ്ങൾ ചെയ്ത് മതാചാരപ്രകാരം അർജുനെ യാത്രയക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. എന്തായാലും ശിരൂരിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കും. ആ മുറയ്ക്ക് ഇവിടെ മറ്റ് നടപടിക്രമങ്ങൾ കുടുംബം കൈക്കൊള്ളും. എൽദോ റൈറ്റ്. വീട് അർജുൻ്റെ വീടാണ് കാണുന്നത്. അർജുൻ്റെ വീട്ടിലേക്ക് അർജുനെ ഇനി മടക്കി എത്തിക്കുക എന്നുള്ളതാണ് ആ ദൗത്യത്തിൻ്റെ അവസാന ഘട്ടം. അത് 2 ദിവസം കൂടി താമസിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് കുടുംബത്തിനുള്ളത്. MS അനീഷ് കുമാറാണ് അവിടെ നിന്ന് ചേർന്നത്. കൂടുതൽ വാർത്തയിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ജിതിനും ദൗത്യസ്ഥല വിതുമ്പലോടെയാണ് ജിതിൻ പ്രതികരിച്ചത്. അർജുൻ തിരികെ വരില്ലെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും ജിതിൻ പറഞ്ഞു. ചിരൂർ ദൗത്യത്തിന് കൂടെ നിന്നവർക്ക് നന്ദി പറഞ്ഞ കാർവാർ MLA. മണ്ണിടിച്ചിലിൽ കാണാതായി ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത 2 പേർക്കായി തെരച്ചിൽ തുടരും. കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥൻ എന്നിവർക്കായാണ് നാളെയും തെരച്ചിൽ തുടരുക. ദൗത്യത്തിനൊപ്പം നിന്ന മാധ്യമങ്ങൾക്കും MLA നന്ദി പറഞ്ഞു. We are happy to inform that we have got today the truck which was lying on the water, and body also we have got of Mr. Arjun from Kerala, and we have to search another 2 bodies. That also we will search shortly, and we will continue our process. After that we will start our from tomorrow we will start this, and
I am 100% sure we will got another 2 bodies also. It is only, I have told from the day one that this has to be here only. But they have not heard our this thing because they got big this our Navy and all people. And they have given the position there, this side. That was only, we got one, what we call as tower. But I told ഷിരൂരിൽ ഡ്രഡ്ജർ അടക്കം കൊണ്ടുവന്ന് കേരളത്തിന്റെ ഒപ്പം നിന്ന കർണാടക സർക്കാരിന് നന്ദിയുണ്ടെന്ന് അർജുന്റെ സഹോദരി ഭർത്താവായിട്ടുള്ള ജിതിൻ ന്യൂസ് 18നോട് പറഞ്ഞു. പല വൈകാരിക സന്ദർഭങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഒടുവിൽ എല്ലാത്തിനും ഉത്തരമായതിൽ സമാധാനമുണ്ടെന്നും ജിതിൻ പ്രതികരിച്ചു. ഇന്ന് DNA പരിശോധന സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. എന്നാലും ജിതിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിതിൻ, എന്താണ് ഇപ്പോൾ നമുക്ക് അധികൃതർ നൽകിയ കാര്യങ്ങൾ? DNA സാമ്പിൾ ഇന്നലെ കാർവാർ ഹോസ്പിറ്റലിൽ നിന്ന് അവർ എടുത്തു വച്ചിരിക്കുന്നു. അതുപ്രകാരം തന്നെ ഉബ്ലി എന്ന സ്ഥലത്തേക്കാണ് ഈ ടെസ്റ്റിങ്ങിന് കൊണ്ടുപോകുന്നതും. നാളെ അല്ലെങ്കിൽ മാക്സിമം മറ്റന്നാൾ എന്നൊരു ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കി നമുക്ക് അർജുന്റെ മൃതദേഹം വിട്ടു നൽകുമെന്നാണ് അങ്കോള SI ഇന്നലെ സ്ഥലത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അദ്ദേഹം എന്നെ അറിയിച്ചത്. അദ്ദേഹം എന്റെ നമ്പറും വിളിച്ച് ഇത് എത്രയും പെട്ടെന്ന് കഴിയുന്നു അത്രയും പെട്ടെന്ന് നമ്മൾ അറിയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഈ ലോറി എടുക്കുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു. ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾക്കാരും എല്ലാവരും അറിയാം. എന്നെയും ഞങ്ങൾ ഈ അഭിജിത്താണെങ്കിലും മറ്റാൾക്കാരാണെങ്കിലും ഒരു കുടുംബാംഗങ്ങൾ പോലെ തന്നെയാണ് മാധ്യമ പ്രവർത്തകർ ഇവിടെ കൊണ്ടു നടന്നിരുന്നത്. മാധ്യമ പ്രവർത്തകരുടെ ഒരു സപ്പോർട്ടും ഏറ്റവും കൂടുതൽ എനിക്ക് ഇന്നത്തെ ഈ മീറ്റിംഗിൽ തന്നെ ഞാൻ പറയാനുള്ളത്, ഒരുപാട് പേര് പറഞ്ഞു പോകേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു ഉദ്യമത്തിനൊരു അന്ത്യം ഉണ്ടാകില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ നമുക്ക് പറയാനുള്ളത്, ഒന്നാം ഘട്ട തെരച്ചിൽ നമുക്കറിയാമല്ലോ ഏത് തരത്തിലാണ് അവസാനിച്ചത്. അതിൽ പിന്നെ രണ്ടാം ഘട്ട തെരച്ചിൽ തുടങ്ങി. അന്ന് നമ്മൾ അറിയിച്ചത് മൽപ്പയാണെങ്കിലും നേവി ആണെങ്കിലും മുങ്ങിയിട്ടുള്ളൊരു തെരച്ചിൽ ഇനി സാധ്യമല്ല, അത് മനുഷ്യ സഹജമല്ല, അത് അവരുടെ ജീവന് ഭീഷണിയാണ് എന്ന് അവർ ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ ഇവിടുത്തെ ഭരണകൂടവും പോലീസ് സംവിധാനവും അത് സ്റ്റോപ്പ് ആക്കുകയും ഡ്രഡ്ജിംഗ് മൂലം മാത്രമേ ഇനി ഇങ്ങനെ ഒരു ഒരു മനുഷ്യ സഹജമല്ലാത്ത ഒരു ഡ്രഡ്ജിംഗ് മൂലം മാത്രമേ ഇനി നമുക്ക് ഈ ട്രക്ക് ഉയർത്താൻ പറ്റൂ, അതിൽ അർജുൻ ഉണ്ടെങ്കിൽ അവനെ എടുക്കാൻ പറ്റൂ എന്ന ഒരു കാര്യം അവർ പറയുകയും അതിൽ പ്രകാരം ഇവിടുത്തെ കലക്ടർ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കൈമാറുകയും ചെയ്തു. തുടർന്നാണ് നമ്മൾ കുടുംബത്തിന്റെ ശക്തമായ ആവശ്യപ്രകാരം കോഴിക്കോട് MP ശ്രീ രാഘവേട്ടനും മഞ്ചേശ്വരം MLA മഞ്ചേശ്വരം MLA തുടക്കം മുതൽ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നമ്മുടെ കൂടെ നിന്ന ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതും DK ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുകയും ഞങ്ങൾ അത് പ്രകാരം അവിടെ പോയിട്ട് സിദ്ധരാമയ്യയെ കാണാൻ സാധിച്ചു. ഞങ്ങൾക്ക് അദ്ദേഹം തന്ന ഒരു ഉറപ്പ് എന്ന് പറഞ്ഞാൽ, ഇത് ഒരു സ്പെഷ്യൽ കേസാണ്, നിങ്ങൾക്ക് അർജുനെ എടുത്തു തരും, അതായത് ഡ്രഡ്ജിംഗ് മെഷീൻ ഞങ്ങൾ കൊണ്ടുവരും, അതിന് എത്ര രൂപ ചെലവായാലും ഞങ്ങളത് കൊണ്ടുവരും. അവർ കുടുംബത്തിന്റെ കൂടെ തന്നെ നിന്ന് അർജുനെ എടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ നിമിഷം വരെ ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലെ ആയിരുന്നു ആ നിർണായക ദിനം. അർജുന്റെ ട്രക്ക് ഉയർത്തി. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ടായിരുന്നു. അപ്പം അതിനെല്ലാം ഒരു ഉത്തരം ഇന്നലെയായിട്ട് പല കോണുകളിൽ നിന്ന് ഈ ഡ്രഡ്ജർ കാര്യക്ഷമമല്ല എന്ന് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പലരും ഇത് പറഞ്ഞ് നമ്മുടെ ഈ തെരച്ചിലിനെ തന്നെ വഴിതെറ്റിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ ഇതിന്റെ കൂടെ ഉറച്ചു നിന്നു. ഇവിടുത്തെ സംവിധാനത്തിന്റെയും ഈ ഡ്രഡ്ജറിന്റെയും ഒരു പൂർണ്ണ വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. അതിനെല്ലാമുള്ള ഉത്തരം നമുക്ക് ഇന്നലെ ലഭിച്ചിരിക്കുന്നു. വൈകാരികമായിട്ടുള്ള പല സന്ദർഭങ്ങളും ഇതിലൂടെ കടന്നുപോയി. പക്ഷേ എല്ലാത്തിനുള്ളൊരു ഉത്തരം നമുക്ക് ഇന്നലെ ലഭിച്ചു. എങ്ങനെ ഇപ്പോൾ ഏത് രീതിയിലാണ് അർജുനെ അങ്ങനെ എന്തെങ്കിലും നോക്കാൻ അറിയാൻ പറ്റിയിട്ടുണ്ടോ? അർജുന്റെ ബോഡി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഇനി എന്തെങ്കിലും ഇതിൽ അവശേഷിപ്പുണ്ടോ എന്നുള്ളതുകൂടി നമുക്കൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യണമെന്നുള്ള ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം തന്നെ മഞ്ചേശ്വരം MLA ഇപ്പം അല്പസമയത്തിന് ശേഷം ഇവിടെ എത്തുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി ക്യാബിൻ പൂർണ്ണമായി തകർന്നിട്ടുണ്ട് എങ്കിൽ കൂടിയിട്ടും നമ്മൾ ഒന്നുകൂടി അതൊരു പരിശോധന പൂർണ്ണമായിട്ട് അത് കട്ട് ചെയ്തിട്ട് അർജുൻ്റെതായിട്ടുള്ള അവസാന നാളത്തെ എന്തെങ്കിലും, അവന് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കാൻ അതിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ
അതും കൂടി എടുക്കാനുള്ളൊരു നടപടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഇവിടെ അഭ്യർത്ഥിക്കുന്നു. അർജുന്റെ പ്രിയപ്പെട്ട വാഹനമാണ് ഈ കിടക്കുന്നത്. ആ അവസാന നാളുകളിലും അർജുനെ ചേർത്ത് പിടിക്കുന്ന പോലല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. അർജുനെ പുറത്തേക്ക് പോലും അങ്ങനെ പോവാതെ. തീർച്ചയായിട്ടും അർജുനെ ചേർത്ത് പിടിച്ച വാഹനം തന്നെയാണ് ഇത്. പ്രകൃതിയുടെ മുന്നിൽ പോലും അർജുനെ ഞങ്ങൾക്ക് ജീവനോടെ അല്ലെങ്കിലും അവന്റെ കുറെ ഭാഗം നമുക്ക് അവനെ കുറച്ചൊക്കെ അവന്റെ കിട്ടി. അതൊരു ഞങ്ങൾക്കൊരു ആശ്വസിക്കാനുള്ള ഒരു കാര്യമുണ്ട്. കാരണം മുൻപോട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിന് അത് അനിവാര്യം തന്നെ ആയിരുന്നു എന്നുള്ളൊരു ആവശ്യം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കുടുംബം ഇത്രയും നേരം ഈ കാര്യത്തിന് വേണ്ടി മുന്നേറിയതും മറ്റുള്ള ആൾക്കാരെ ഇതിനൊക്കെ സഹായിച്ചതും അതുകൊണ്ട് തന്നെയാണ്. തുടക്കം മുതലുണ്ടായ ഒരാളെന്നല്ല ഞാൻ ജിതിന്റെ പല ഒരുപക്ഷെ ചില സമയങ്ങളിൽ ജിതിൻ പൂർണ്ണമായും നിരാശ ഉണ്ടാകുന്ന ഒരു ഘട്ടം പോലെ ഉണ്ടായല്ലോ. എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് തരണം ചെയ്താൽ ജിതിന് കഴിഞ്ഞത്? തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണ അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. മാധ്യമപ്രവർത്തകരുടെ പിന്തുണയും കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ബൈജേടനാണെങ്കിലും മറ്റു മാധ്യമ ഓരോരുത്തരും ഓരോ ആൾക്കാരും നമ്മുടെ കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ് എന്നും ഇവിടുന്ന് നമ്മൾ പിരിയാറുള്ളത്. അതേപോലെ തന്നെ രാവിലെ തന്നെ നമ്മൾ കാണുമ്പോൾ ചേർത്ത് പിടിച്ചിട്ടാണ് തുടങ്ങാറും. അപ്പോൾ ആ തരത്തിലുള്ള പിന്തുണകൾ എല്ലാം നമുക്കുണ്ടായിരുന്നു എല്ലാവരുടെ ഭാഗത്തുനിന്നും. അതേപോലെ മഞ്ചേശ്വരം MLA യുടെ കൂടെ തന്നെ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു. അതെല്ലാം നമുക്കൊരു കൂടുതൽ ശുഭാപ്തി വിശ്വാസം നൽകുന്ന കാര്യം തന്നെയായിരുന്നു. നാളെ തന്നെ ചേട്ടനെയും കൊണ്ട് നാട്ടിലേക്ക് മടങ്ങാമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് അർജുന്റെ സഹോദരൻ അഭിജിത്ത് ന്യൂസ് 18 വ്യക്തമാക്കി. കുറേ വേദനകൾ സഹിച്ചു, എല്ലാത്തിനും ഇപ്പോൾ ഉത്തരമായി എന്നും അഭിജിത്ത് പറഞ്ഞു. അർജുന്റെ സഹോദരനാണ് അഭിജിത്താണ്. അഭിജിത്ത് ഇവിടെ തുടക്കം മുതൽ തന്നെ ഇവിടെ വലിയ സങ്കടത്തോടെ ഒരുപക്ഷെ നമ്മളൊക്കെ അഭിജിത്തിനെ ആശ്വസിപ്പിക്കേണ്ട രീതിയിൽ പലപ്പോഴും തളർന്നു പോകുന്ന അഭിജിത്തിനായിരുന്നു കണ്ടത്. എന്തായാലും അഭിജിത്തിനും കാര്യങ്ങൾ പറയേണ്ട. അഭിജിത്ത് ഇപ്പോൾ നമ്മൾ ആ കാത്തിരിപ്പിന് ഒരു ഫലം ഉണ്ടായിരിക്കുന്നു. ഏതായാലും നമുക്ക് ജീവനോടെ ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചതാണ്. ജീവനോടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചതാണ്. പക്ഷെ ഏട്ടനെ ഇവിടെ വിട്ടേച്ച് പോകാനുള്ളൊരു മനസ്സില്ലേനു. അതാണ് ഈ ഒരു 70 ദിവസമായിട്ട് ഇവിടെ തന്നെ നിന്നത്, ഏട്ടന് വേണ്ടിയിട്ട് കാത്തുന്നത്. അതിനൊരു ഉത്തരമായി ഇനി നാളെ തന്നെ ഏട്ടനെ കൊണ്ട് പോകാന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു ബന്ധം സഹോദരനുമായുള്ള? എന്നെ എന്റെ ഓർമ്മ വെച്ച മുതൽ എന്നെ എടുത്തു വളർത്തിയതും എന്റെ പഠനത്തിന്റെ ആണെങ്കിലും കാര്യത്തിനൊക്കെ ഏട്ടൻ തന്നെയാണ്. അച്ഛന് വയ്യാതായ സമയത്തും ഞങ്ങളെ കുടുംബത്തിനായാലും ഒക്കത്തിനും ഏട്ടൻ തന്നെയാണ് ഉള്ളത്. ഓർമ്മിക്കാന്ന് വെച്ചാൽ 24 മണിക്കൂറും കൂടുള്ള ഒരാളെ ഓർമ്മിക്കാതൊക്കെ അപ്പം എന്താ ഉള്ളത്? മൊത്തം ഓർമ്മകൾ തന്നെയാണ്. ഈ ഏറ്റവും അവസാനമുണ്ടായ ഒരു നിമിഷം ഏത് സമയത്തായിരുന്നു അഭിജിത്തുമായി സംസാരിക്കും അല്ലെങ്കിൽ കാണുകയും ഒക്കെ ചെയ്ത ഒരു നിമിഷം? അതൊന്ന് ഓർമ്മിക്കണം. അതായത് ഈ ഒരു ട്രിപ്പിന് പോകുന്നതിന്റെ തൊട്ടു മുന്നേ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയത് ഞാനും ഏട്ടനും കൂടിയാണ്. അന്നത്തേക്കുള്ള ഭക്ഷണം. അന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിറ്റേന്ന് രാവിലെ പോകുന്നത് ഞാൻ കണ്ടില്ല. പൊലിച്ചേക്ക് തന്നെ ഏട്ടൻ പോയിട്ടുണ്ട്. പിന്നെ കണ്ടില്ല. പിന്നീട് ഏറ്റവും അവസാനം വിളിച്ചത് ഈ ഒരു ജൂലൈ 15 ഞങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. ഓഡിയോ 15-ാം തീയതി, അതായത് 16-ാം തീയതി 8:30 ഈ സംഭവം ഉണ്ടാകുന്നത്. കറക്റ്റ് 24 മണിക്കൂർ മുന്നേ 15-ാം തീയതി ഞങ്ങൾ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഏട്ടനോട് പറഞ്ഞത് ഇപ്പോൾ ഞാൻ വണ്ടി ഓട്ടാൻ പോവാണ്, വിളിക്കാന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചതാണ്. പിന്നെ 16-ാം തീയതി ഞാൻ സംഭവം അറിയുന്ന ഉച്ചയാകുമ്പോഴാണ്. പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല. വെപ്രാളായി അന്ന് രാത്രി തന്നെ അങ്ങോട്ട് തിരിച്ചതാണ്. അന്ന് മുതൽ ഇന്ന് വരെ കുറേ വേദനകൾ സഹിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉള്ള ഒരു ഉത്തരമായി. കുറച്ചും കൂടി സങ്കടം സഹിച്ചാലും ഇതിനൊക്കെ ഒരു അവസാനമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ചേട്ടന്റെ അർജുന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം അവസാന നിമിഷത്തിൽ അതിന്റെ ഒരു കാഴ്ച അതെങ്ങനെയാണ് തോന്നുന്നത്? ഏട്ടപ്പോൾ ഈ വണ്ടി നാട്ടിൽ കൊണ്ടുവരാണെങ്കിലും ഒക്കെ ഏട്ടന് എപ്പോഴും വൃത്തിയായി കൊണ്ടുനടക്കുന്ന ഒരു വണ്ടിയാണ്. അതായത് ഏട്ടൻ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന വണ്ടിയാണ്. എപ്പോഴും വീട്ടിലെത്തിയാലും അതിന്റെ കാര്യങ്ങൾ പറയലും വണ്ടിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറയലാണ്. ഏട്ടനെ വിട്ടുകൊടുത്തില്ല വണ്ടി. ഈ ഒരു ഇത്ര വലിയ ദുരന്തത്തിലും ഏട്ടൻ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ഞങ്ങൾക്കും കിട്ടി. ചേർത്ത് പിടിച്ചു. ഏട്ടനെ മൊത്തമായിട്ട് തന്നെ ആ വണ്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. മറ്റ് വീട്ടുകാരുടെ സംസാരിച്ചോ? ഇത് കഴിഞ്ഞ ശേഷം അങ്ങനെയായിരുന്നു അഭി സംസാരിച്ചത്? ഞാൻ ഇന്നലെ വീട്ടിലേക്ക് വിളിച്ച് അമ്മ അച്ഛനും അതിൻ്റെതായ സങ്കടത്തിലാണ്. ഓല് റിക്കവറായി വരുന്നതേനും. പിന്നെ എങ്ങനെ ഒന്നും കൂടി ഇതായി പറഞ്ഞപ്പോൾ ഓൽക്ക് എന്നേക്കുള്ള സങ്കടത്തിനെക്കാട്ടി നല്ല കുറച്ച് സങ്കടപ്പെട്ടാലും റെഡി ആവുമല്ലോ. 2-3 മാസം കൊണ്ടൊക്കെ റെഡി ആവുമായിരിക്കും. അതുപോലെ തന്നെ ഈ ദൗത്യം ഇന്നലെ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായത്. രാവിലെ മുതൽ അതിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിർത്തുവോ അറിയില്ല. പക്ഷെ ഞങ്ങളെ ഗവൺമെന്റ് പറഞ്ഞ 10 ദിവസം തുടരും എന്നാണ്.
പക്ഷെ ഇവിടുന്ന് അങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളിലൊരു സങ്കടം ഉണ്ട്. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം. പക്ഷെ ഒരു 10-11 മണിയായപ്പോൾ എന്തോ അതിനുള്ളിൽ കാര്യമായിട്ടുണ്ട് ഞങ്ങൾ മനസ്സിലായി. ഞങ്ങളത് ആദ്യം നമുക്കറിയാലോ, ടാങ്കർ ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ, ഞങ്ങൾ അങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുകയും പിന്നെ എല്ലാവരും വരാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. അപ്പം പൊന്തിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏട്ടനും കൂടി ഉണ്ടായിരുന്നപ്പം അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം നിലയ്ക്കുന്നുണ്ടായത്. ഇത്ര ദിവസത്തെ കാത്തിരിപ്പിനൊരു അവസാനം. അർജുന സഹോദരൻ അഭിജിത്താണ് പ്രതികരിച്ചത്. KV ബൈജു തുടരുന്നുണ്ട്. ഷിരൂരിൽ നിന്ന് ബൈജു ഗംഗാവലിപ്പുഴയുടെ തീരത്ത് നിന്ന് കരയിലേക്ക് ലോറി ട്രക്ക് എത്തിച്ചു അല്ലേ? എൽദോ, ഇപ്പോൾ പൂർണ്ണമായും പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇന്നലെ നമുക്കറിയാം, ഈ ലോറി മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് വടം പൂട്ടി വീണ്ടും ഗംഗാവലിപ്പുഴയിലേക്ക് തന്നെ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ദൗത്യം ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഈ ലോറി ഏതായാലും പൂർണ്ണമായും മുകളിലേക്ക് എടുത്ത് ആ ക്യാബിനകത്ത് പരിശോധന നടത്താനുണ്ട്. കാരണം നേരത്തെ അഭിജിത്തൊക്കെ പറഞ്ഞതുപോലെ അർജുൻ അവസാനമായി ഉപയോഗിച്ച വസ്ത്രങ്ങൾ, മറ്റ് ബാഗുകൾ ഒക്കെ അതിനകത്തുണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിൽ നിന്നും അർജുനെ മാത്രമേ പുറത്ത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി അർജുൻ ഉപയോഗിച്ച ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ ഓർമ്മയ്ക്കായി കുടുംബത്തിന് സൂക്ഷിച്ച് വെക്കാനുണ്ട്, അതൊക്കെ കണ്ടെത്താനുണ്ട്, അത് ഇനി എടുക്കാനുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ലോറി പുറത്തെടുത്തതിന് ശേഷം ആ ക്യാബിൻ പൂർണ്ണമായും അതിന് മുകളിൽ ഒരു മൂടിയ നിലയിലാണ്. അതൊക്കെ വെട്ടിപ്പൊളിച്ച് വേണം അതിനകത്ത് പരിശോധന നടത്താൻ. മാത്രമല്ല 80% ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ അർജുന്റെ ലഭിച്ചിട്ടുള്ളത്. ഇനി കൂടുതൽ ഇത്തരത്തിൽ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഭാഗങ്ങൾ ഉണ്ടോ എന്നുകൂടി ഒരു പരിശോധന ഉണ്ടാവും. എന്നാലും ഫോറൻസിക് വിദഗ്ധർ അല്പസമയത്തിനകം ഇവിടെ എത്തും. ഇപ്പോൾ ഏറ്റവും ആദ്യമായി എന്ന നിലയിൽ ഈ ലോറി പൂർണ്ണമായും പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമാണ് തുടരുന്നത്. അതിനുള്ള വിദഗ്ധർ എത്തിയിട്ടുണ്ട്, ടെക്നീഷ്യന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. അവർ അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും അർജുന്റെ ആ പ്രിയപ്പെട്ട വാഹനം ഇപ്പോൾ കാണാം ഗംഗാവലിയിൽ നിന്നും ഏതായാലും മുകളിലേക്ക് എത്തിയിരിക്കുന്നു. പൂർണ്ണമായും ഗംഗാവലിയിൽ പുഴയിൽ നിന്നും മുക്തമായി മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അത് കരയുടെ ഭാഗത്തേക്ക് പൂർണ്ണമായും എത്തിച്ചതിന് ശേഷമായിരിക്കും അതിന്റെ ക്യാബിനിലേക്ക് എത്തുക. ആ ക്യാബിനിലേക്ക് എത്തണമെങ്കിൽ അതിൽ ഒരുപാട് ഇരുമ്പ് മറ്റ് വസ്തുക്കളൊക്കെ ഉണ്ട്. അതൊക്കെ വെട്ടി പൊളിച്ച് വേണം അതിനകത്ത് പരിശോധന നടത്താൻ. പ്രാഥമികമായി അതിനകത്ത് ഏറ്റവും പെട്ടെന്ന് അർജുനെ കണ്ടെത്തിയപ്പോൾ അർജുന്റെ ശരീരഭാഗങ്ങൾ, അതായത് 80% ശരീരഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇനി കൂടുതൽ ആ വാഹനത്തിനകത്ത്, അർജുന്റെ പ്രിയപ്പെട്ട ആ വാഹനത്തിനകത്തുണ്ട്, അത് കണ്ടെത്തേണ്ടതുണ്ട്. അതിനൊപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അഭിജിത്തൊക്കെ വളരെ വൈകാരികമായി ഈ ലോറിയുടെ അരികിലൊക്കെ നിന്ന് വളരെ മണിക്കൂറുകളോളം ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടതാണ്. ആ കാഴ്ച അവർക്ക് അതിലേറ്റവും അവസാനമായി അർജുൻ ഉപയോഗിച്ച ഒരുപാട് വസ്തുക്കളുണ്ട്. അത് അമ്മയും അത് തന്നെയാണ് പറഞ്ഞത്. അത്രത്തോളം എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരണേ മോനെ എന്നായിരുന്നു അഭിജിത്തോട് പറഞ്ഞതെന്നാണ് അഭിജിത്ത് നമ്മോട് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ആ ലോറി ഇപ്പോൾ ഏകദേശം ഗംഗാവലി പുഴയിൽ നിന്നും മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. വെള്ളത്തിൽ നിന്നും പൂർണ്ണമായും മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം കരയിലേക്ക് അത് എത്തിയിട്ടില്ല. അതിനുള്ള പ്രത്യേക ക്രെയിൻ സംവിധാനം ഇപ്പോൾ കൊണ്ടുവന്ന് അല്പസമയം മുമ്പാണ് ഇത് മുകളിലേക്ക് ഉയർന്ന ജോലി ആരംഭിച്ചത്. ഇതിലിപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട നിലയിലാണുള്ളത്. അത് റിലീസ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് വലിച്ചു കയറ്റാൻ പറ്റും. ഏതായാലും ടയറുകളൊക്കെ കാണാം. ഇപ്പോൾ ഒരുപാട് ആളുകളാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ലോറി, അർജുന്റെ ലോറി, അർജുനെ ഏറ്റവും പ്രിയപ്പെട്ട ആ ലോറി അത് കാണാനും ഒക്കെയായി ഗംഗാവലി പുഴയുടെ കരയിൽ ഒരുപാട് പേർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ആ ലോറി നമുക്കിപ്പോൾ കാണാം. അതിന് മുൻവശം ശരിക്കും മൂടിയ നിലയിലാണ്. ആ ഡ്രൈവിംഗ് സ്റ്റിയറിംഗ് ഉൾപ്പെടെ ചെറിയ ദ്വാരത്തിലൂടെ കാണാം. ഒരു കാരണവശാലും അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു വസ്തുക്കൾ പോലുണ്ടെങ്കിൽ അത് പുറത്തെത്താത്ത രീതിയിൽ ആ അർജുന്റെ പ്രിയപ്പെട്ട വാഹനം അത് അത്രത്തോളം സുരക്ഷിതമായി വെച്ചു എന്നത് തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ആ കാഴ്ച. എന്തായാലും അർജുനെ അത് ചേർത്ത് പിടിച്ചു. നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് പോകാത്ത രീതിയിൽ വലിയ ആഘാതമാണ് ആ വാഹനത്തിലേറ്റത്. പുറത്ത് ലോഡിംഗ് ഭാഗങ്ങൾ മുഴുവനുമായി പോയിട്ടുണ്ട്. പക്ഷേ ആ ടയറുകളെല്ലാം കൃത്യമായി അത് സ്ഥാനത്ത് തന്നെയുണ്ട്. അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. ഈ ക്യാബിൻ അത്തരത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മൂടിയ നിലയിലാണ്. അതിനകത്ത് പ്രവേശിക്കണമെങ്കിൽ അതൊക്കെ മുറിച്ച് മാറ്റേണ്ടതുണ്ട്. അത്തരം പ്രവൃത്തികൾ കൂടി നടക്കും. ഒപ്പം ഫോറൻസിക് വിദഗ്ധർ എത്തുന്നുണ്ട്. അതിനകത്ത് പരിശോധന നടത്താൻ മറ്റ് ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി ഒരു പരിശോധന ഉണ്ടാകും. എന്നാലും അതൊക്കെ വരും മണിക്കൂറുകളിൽ അതൊക്കെ നമുക്ക് കാണാം. തത്സമയം തന്നെ പ്രേക്ഷകർക്ക് കാണാം. എന്നാലും ഗംഗാവലി പുഴ ഇപ്പോഴും ആ ഗംഗാവലി പുഴ തന്നെ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നു. കാരണം ഈ ലോറി നമുക്ക് ഇത് കാണാം. ആ ദൃശ്യങ്ങളിൽ അവർ ഒരുപാട് പേർ ഇത്തരത്തിൽ വിദഗ്ധർ എത്തിയിട്ടുണ്ട്. അവർ എല്ലാവരും കൂടി ആ ഹാൻഡ് ബ്രേക്ക് അതിൽ നിന്നും ഒഴിവാക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ ലോറി മുകളിലേക്ക് വലിച്ചു കയറ്റാൻ പറ്റൂ എന്നുള്ള 2 തവണ ശ്രമം പരാജയപ്പെട്ടു. ഒരു തവണ മുകളിലേക്ക് കയറ്റി
എത്തിയപ്പോൾ വടം പൊട്ടി വീണ്ടും ഗംഗാവലി പുഴയിലേക്ക് തന്നെ പതിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും ഈ ഗംഗാവലി പുഴ മാത്രമാണ് ഇപ്പോൾ അപകടത്തിൽ ദൃക്സാക്ഷിയായി ആരുമില്ലാത്തൊരു അപകടം. 11 പേരെ കാണാതായി, 9 പേർ അർജുനടക്കം മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതിപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് ലക്ഷ്മണന്റെ ആ ചായക്കടക്ക് സമീപമുള്ള ഒരു സ്ഥലമാണ്. അവിടേക്കാണ് ഈ ലോറി വലിച്ചു കയറുന്നത്. ഇവിടെയാണ് ഈ മണ്ണിടിച്ചിലിൽ ഏറ്റവും വലിയ ആഘാതം ഉണ്ടായിരിക്കുന്നത്. ആ കുടുംബം അപ്പാടെ ഇല്ലാണ്ടായി. 5 പേർ, അതായത് 2 പിഞ്ചു മക്കൾ ഉൾപ്പെടെ ഇത്തരത്തിൽ മരണപ്പെടുന്ന സാഹചര്യം. കുടുംബം മുഴുവനും ഇല്ലാതായി. അദ്ദേഹത്തിന്റെ ഭാര്യ, അവരെല്ലാം ഇല്ലാണ്ടായി. ഏതായാലും അർജുൻ ഏറ്റവും പ്രിയപ്പെട്ടൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഗംഗാവലി പുഴ. ഇവിടെയാണ് അർജുൻ വിശ്രമിച്ചത്. എന്തായാലും നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന നിഗമനം പോലെ തന്നെ ആ വലിയ ദുരന്തം 8:36 ജൂലൈ 16 നടക്കുമ്പോൾ അർജുൻ വാഹനത്തിന് അകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന ഒരു സ്ഥിരീകരണം, അതൊക്കെ നേരത്തെയൊക്കെ വന്ന ആ വാക്കുകളൊക്കെ സ്ഥിരീകരണം, അതിന് ഇന്നലെ വൈകിട്ടാണ് ഈ ഗംഗാവലി പുഴ സാക്ഷ്യം വെച്ചത്. എന്തായാലും വെള്ളം വളരെ കുറവാണ്, പുഴ ശാന്തമാണ്. എന്തായാലും ആ സങ്കട ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോഴും ആ വാഹനം കാണുമ്പോൾ ഓരോ ആളുകളുടെ മനസ്സിൽ ഇപ്പോൾ എത്തുന്നത്. അത്തരത്തിലുള്ള സങ്കട കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്നാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ലോറി പൂർണ്ണമായും മൂടിലേക്ക് കയറ്റും. അതിനുശേഷമായിരിക്കും ഈ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് അതിനകത്തുള്ള പരിശോധന നടക്കുക. ആ പരിശോധനയിൽ ഈ വസ്ത്രം ഉൾപ്പെടെ ഈ വാഹനത്തിന്റെ അകത്തുണ്ടെന്നാണ് ഈ ദൗത്യ സംഘങ്ങൾ പറഞ്ഞത്. അത് പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. ഒരുപാട് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സിന്റെ ഉൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥരൊക്കെ വരുന്നുണ്ട്. ഏതായാലും അവരൊക്കെ ഒത്തുചേർന്ന് ആ വാഹനം പരിശോധിക്കും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധികൾ, അവർ ഉദ്യോഗസ്ഥരെത്തുന്നുണ്ട്. അത്തരത്തിൽ മുഴുവൻ സേനാംഗങ്ങളും ഇപ്പോൾ എത്തുന്നുണ്ട്. ഇപ്പോഴും ഗംഗാവലി പുഴ ഒരു ആ രീതിയിൽ വലിയ തോതിൽ ദൗത്യ സംഘത്തിന്റെ സമാനതകളില്ലാത്ത ദൗത്യം, അതാണ് കൃത്യമായ വാക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ആ ഗംഗാവലി പുഴ സാക്ഷ്യം വഹിക്കുന്നത്. അർജുൻ ഇപ്പോൾ ഇവിടെ നിന്നും പോയി ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. കാർവാർ ആശുപത്രിയിൽ അർജുനെ അവിടെയാണ് ഉള്ളത്. അവിടെ മോർച്ചറിയിലാണ് ഉള്ളത്. ആ അർജുൻ പോയപ്പോഴും ലോറി അനാഥമായി അർജുനെയും കാത്തിരിക്കുന്ന പോലെ മുഴുവൻ ഭാഗങ്ങളും അതിന്റെ ആ തകർന്ന നിലയിൽ, അത്തരത്തിൽ പിറകിൽ വശമൊക്കെ തകർന്ന നിലയിലാകുമ്പോഴും ആ ക്യാബിൻ ചുറ്റി വെച്ച് അർജുനെ കവചമായി നിർത്തി. ടയറുകൾ അതേപടി നമ്മൾ എങ്ങനെയാണോ വാഹനത്തിലുണ്ടായിരുന്നത് അതേ രീതിയിലുണ്ട്. ആ ഗ്യാസ് ടാങ്കറിനൊക്കെ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അത് പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയാണ്. അതിൽ എങ്ങനെയാണ് അത്തരത്തിലൊരു തകരുന്ന സാഹചര്യം ആ വാഹനത്തിനുണ്ടായത് മൂലം സംശയിക്കപ്പെടും. കാരണം അതിന്റെ സ്റ്റിയറിംഗ്, ടയറുകളൊക്കെ വേർപെട്ട നിലയിലായിരുന്നു. പല ഭാഗങ്ങളും ഇനിയും ആ ഗ്യാസ് ടാങ്കറിനെ കാണാനുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ അപകടം ആ വാഹനത്തിൽ സംഭവിച്ചപ്പോഴും ഇത് അത്ഭുതകരമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അർജുന്റെ ആ വാഹനം, ആ കവചം അവനെ സുരക്ഷിതമായി അത്തരത്തിൽ അവസാന യാത്ര നൽകിയെന്ന് വേണം നമുക്ക് ഇവിടെ നിന്ന് പറയാൻ. ആ വിദഗ്ധർ, ഇതിന്റെ വാഹനത്തിന്റെ വിദഗ്ധർ, അവർ ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് മാറ്റി ഈ വാഹനം മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യമാണ് എൽദോ നമ്മൾ കാണിക്കുന്നത്. ശരി ബൈജു, വാഹനം ആ ട്രക്ക്, അർജുന്റെ ട്രക്കാണ് അത്. ആ ട്രക്ക് കരയിലേക്ക് പൂർണ്ണമായി എത്തിക്കാനുള്ള ശ്രമം അത് പുരോഗമിക്കുകയാണ്, നടക്കുകയാണ്. ഇപ്പോഴും പൂർണ്ണമായിട്ടും കരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരിടവേള കൂടി. Search, you have to search here only. They have searched here and we got the result. അതിവൈകാരികമായാണ് ലോറി ഡ്രൈവർ മനാഫ് പ്രതികരിച്ചത്. ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. പലരും ഇട്ടേച്ചു പോയി. എനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു വണ്ടിക്കുള്ളിൽ അവനുണ്ടെന്ന്. അതിപ്പോൾ എന്തായാലും ശരിയായില്ലേ? ജീവനോടെ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിച്ചത്. അതിനെനിക്ക് സാധിച്ചില്ല. അന്ത്യകർമ്മം ചെയ്യാനെങ്കിലും അവനെ കിട്ടണമെന്നുണ്ടായിരുന്നതായും മനാഫ് പറഞ്ഞു. അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും സംസ്കാരത്തിലുമുള്ള ചെലവുകൾ സംസ്ഥാന സർക്കാർ വഹിക്കും. ഇക്കാര്യത്തിന് മുഖ്യമന്ത്രി AK ശശിധരനെ ചുമതലപ്പെടുത്തി. സർക്കാർ തീരുമാനം തോട്ടത്തിൽ രാധാകൃഷ്ണൻ MLA കുടുംബത്തെ അറിയിച്ചു. ജില്ലാ കളക്ടർ കാർവാർ കളക്ടറുമായി സംസാരിച്ചു. അവസാനപ്പം ലോറിയും ബോഡിയും കിട്ടാനിടയായി. അപ്പം DNA ടെസ്റ്റ് നടത്തണോ എന്നുള്ളതായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കുടുംബം പറയുന്നത് ടെസ്റ്റ് നടത്തണമെന്ന്. വാർത്താരംഭം തുടരുകയാണ്. കേരള പോലീസ് നാണക്കേടായി 3-ാം ദിവസവും ബലാത്സംഗ കേസ് പ്രതി നടൻ സിദ്ദിഖ് ഒളിവിൽ തന്നെ. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ചൊവ്വാഴ്ച മുതൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സിദ്ദിഖ് കേരളത്തിൽ തന്നെയുണ്ട് എന്നാണ് സൂചനയെങ്കിലും ഒളിയിടം കണ്ടെത്താൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. സിദ്ദിഖിന് ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഫയൽ ചെയ്തു. മുൻകൂർ ജാമ്യാപേക്ഷ വേഗത്തിൽ പരിഗണിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് അഭിഭാഷകർ.
ഡാനി പോൾ ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, അക്ഷരാർത്ഥത്തിൽ കേരള പോലീസിന് നാണക്കേടാണ്. അതും ജാമ്യാപേക്ഷ തള്ളുന്ന സമയത്തൊക്കെ അവിടെ പോലീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. എങ്ങനെയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്? കേരളത്തിന് പുറത്തേക്ക് നീളുന്നുണ്ടോ? എൽദോ, സിദ്ദിഖിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് പോലീസ് പ്രത്യേക ദൌത്യ സംഘം എല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘം എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസവും അന്വേഷണം ഉണ്ടായിരുന്നു, ഇന്നും അതേ രീതിയിൽ തന്നെ അന്വേഷണം തുടരുന്നു എന്നതാണ്. പക്ഷെ നമുക്കറിയാം ഈ അന്വേഷണം ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നത്. കാര്യമായ രീതിയിൽ ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്നത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു, പക്ഷെ അതിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും നമ്മുടെ ഒരു സംവിധാനങ്ങൾ മുഴുവനായി ഉണർന്നാൽ സിദ്ദിഖ് എല്ലാം മറ്റേത് പ്രതിയെയും അത് കൃത്യമായ രീതിയിലേക്ക് അന്വേഷണത്തിലേക്ക് അതിന്റെ റഡാറിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ സിദ്ദിഖിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നത് തന്നെയാണ്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി ഹൈക്കോടതി അത് തള്ളുമ്പോൾ സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളുണ്ട്. പക്ഷേ പിന്നീട് സിദ്ദിഖിനെ കാണാതാവുന്നു, സിദ്ദിഖ് ഒളിവിലേക്ക് പോകുന്നു, സിദ്ദിഖിന്റെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആകുന്നു. ഇതിനുശേഷം സിദ്ദിഖിനെ കുറിച്ച് ഒരു വിവരവും ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ്. പോലീസ് പരിശോധന എന്ന പേരിൽ ഇപ്പോൾ നടത്തുന്നത് സിദ്ദിഖിന്റെ വസതികളിൽ അദ്ദേഹത്തിന് പരിചയമുള്ളവർ ഇവിടേക്ക് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല. ഇതിനിടെയാണ് സിദ്ദിഖ് സുപ്രീം കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത്. അത്രയും ഒരു സാവകാശം സിദ്ദിഖിന് ലഭിച്ചു എന്നതാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് ഇന്ന് തന്നെ കൊണ്ടുവരാൻ സിദ്ദിഖിന്റെ അഭിഭാഷകർ ശ്രമിക്കുന്നുണ്ട്. അതിനകം സിദ്ദിഖിലേക്ക് എത്താനുള്ള ഒരു ശ്രമങ്ങളാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അതിൽ അന്വേഷണ സംഘത്തിന് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന് തന്നെയും വലിയ രീതിയിലുള്ള ഗുരുതരമായ പരാമർശങ്ങൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. അതിനുശേഷമാണ് പോലീസ് ഒന്ന് ഉണരുകയും അന്വേഷണത്തിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്തതായി പറയുന്നത്. എന്തായാലും ഇതുവരെയും സിദ്ദിഖിന് വേണ്ടിയുള്ള അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നത് തന്നെയാണ്. സുപ്രീം കോടതിയിൽ ഇന്ന് അപേക്ഷ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സിദ്ദിഖിനെ കണ്ടെത്താൻ ഇനിയും പോലീസിന് കഴിയുന്നില്ല. സിദ്ദിഖിനെ പിടികൂടാത്തതിൽ പോലീസിനെ വിമർശിക്കുകയാണ് CPI. ജനയുഗത്തിന്റെ എഡിറ്റോറിയലിലാണ് ഈ വിമർശനം. കടുത്ത കുറ്റങ്ങൾ ഉണ്ടായിട്ടും പ്രതിയെ പിടികൂടുന്നതിൽ അമാന്തമുണ്ടായി. ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പോലീസ് വീടിന്റെ ഗേറ്റിന് മുന്നിലുണ്ടായിരുന്നു. ഈ ജാഗ്രത സിദ്ദിഖിന്റെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നും വിമർശനമുണ്ട്. തൃശൂരിൽ പട്ടാപ്പകൽ വൻ സ്വർണ്ണ കവർച്ച. സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്നു. കോയമ്പത്തൂരിൽ നിന്നും കാറിൽ കൊണ്ടുവന്നിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് 3 കാറുകളിലായി പിന്തുടർന്നെത്തിയ സംഘം ആക്രമിച്ച് കവർന്നത്. ദേശീയപാത പീച്ചി കല്ലിടുക്കിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 8 ലഭിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായ ബലാത്സംഗ കേസിൽ FIR രജിസ്റ്റർ ചെയ്യാൻ വൈകിയ നടപടി ചോദ്യം ചെയ്ത് അതിജീവിതം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ബലാത്സംഗ കേസിൽ എന്തിന് പ്രാഥമിക അന്വേഷണം നടത്തിയെന്നും പരാതിയിൽ എന്ത് നടപടിയെടുത്തെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. ഈ 2 ചോദ്യങ്ങളിലും മലപ്പുറം ASP വിശദീകരണം നൽകിയേക്കും. പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടിക്രമങ്ങൾ ഹാജരാക്കണമെന്ന നിർദ്ദേശത്തിലും പോലീസ് മറുപടി നൽകും. ജസ്റ്റിസ് A ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഫെഫ്റ്റയ്ക്കെതിരെ ICC മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ വിമർശനം. സിനിമയിലെ ചൂഷണത്തിൽ സ്ത്രീകൾക്ക് പരാതിപ്പെടാനുള്ള ഫെഫ്റ്റയുടെ ടോൾ ഫ്രീ നമ്പർ നിയമവിരുദ്ധമാണെന്നാണ് വിമർശനം. ലൊക്കേഷനുകളിലെ ICCകളിലാണ് സ്ത്രീകളടക്കം പരാതി ഉന്നയിക്കേണ്ടത്. അതിന് മേൽനോട്ടം വഹിക്കാൻ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട് എന്ന സിനിമാ സംഘടനകൾ വ്യക്തമാക്കുന്നു. WCC അടക്കമാണ് മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിച്ചത്. കോൺഗ്രസ് നേതാവ് KP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. മുൻ ഉദുമ MLA ആണ്. ദീർഘകാലം KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് KP കുഞ്ഞിക്കണ്ണന്റെ അന്ത്യം. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം.